എല്ലാ കൂട്ടുകാർക്കും അല്ലാസ് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ലെമൺ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു ലെമൺ കേക്ക്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ലെമൺ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ നാരങ്ങയാണ്. അപ്പോൾ നാരങ്ങ നമ്മൾ നാരങ്ങയുടെ നീരായിട്ട് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നാരങ്ങ ചുരണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അത് രണ്ട് ചേർത്താണ് നമ്മുടെ നാരങ്ങ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കേക്ക് മിക്സ് ചെയ്യാനുള്ള അതിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് കേക്ക് മിക്സിന് തയ്യാറാക്കാനായിട്ട് എനിക്ക് സഹായിക്കുന്ന എൻ്റെ കുട്ടി ഷെഫാണ് ജൂലിയൻ. അപ്പോൾ അതിനായിട്ടുള്ള നാരങ്ങ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ആദ്യം തന്നെ. അപ്പോൾ ഞാനിവിടെ 2 നാരങ്ങ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 നാരങ്ങയുടെയും ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ കേക്കിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം നമ്മൾ ഒരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ 4 മുട്ട നമുക്ക് ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട്, ബീറ്റ് ഉള്ളവർക്ക് ബീറ്റ് കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹാൻഡ് വിസ്ക് കൊണ്ട് നമ്മളത് നന്നായിട്ട് ഈ 4 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ചെറിയ ടേബിൾ സ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കായിട്ട് അടുത്ത പടി നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇവിടെ ചേർക്കുന്നത്. അത് നമുക്ക് 2-3 തവണയായിട്ട് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ജൂലിയൻ ഹാപ്പിയാണ് ഒറ്റയടിക്ക് മിക്സ് ചെയ്യാനായിട്ട്, അതുകൊണ്ട് ജൂലിയൻ ഒരുമിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒരു 1/4 കപ്പ് ഓയിലാണ്. അത് ഏത് അൺഫ്ലവേർഡ് ആയിട്ടുള്ള ഏത് ഓയിലാണെങ്കിലും നമുക്ക് ചേർക്കാം. വെളിച്ചെണ്ണ നമ്മൾ ചേർക്കത്തില്ല, കാരണം വെളിച്ചെണ്ണയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മണവും രുചിയൊക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മൾ ചേർക്കത്തില്ല. അപ്പോൾ അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിൽ ഒഴിച്ച് നമ്മൾ ആദ്യം ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു നാരങ്ങയുടെ നീരാണ് ഇപ്പം നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇവിടെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ ഈ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ ഈ നാരങ്ങയുടെ ആ ഒരു നാരങ്ങ കേക്കിനുള്ള ഒരു വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മൈദ പൊടിയാണ്. അപ്പോൾ ഇതിലേക്ക് ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മുടെ ഐസിങ് ഏജൻറ്റായിട്ട് ചേർക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ ബേക്കിംഗ് പൗഡർ എല്ലായിടത്തും ചെല്ലുകയും ചെയ്യും. നമുക്ക് എന്തെങ്കിലും കട്ടയൊക്കെ കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നന്നായിട്ട് അരിച്ച് നമ്മുടെ കേക്ക് മിക്സിലേക്ക് ചെന്ന് ചേരുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ട് നമ്മുടെ ഈ വെറ്റായിട്ടുള്ള ഇതിലേക്കെല്ലാം ചെന്ന് ചേരും. ഇനിയിപ്പോൾ നമുക്ക് ആ ഹാൻഡ് വിസ്ക് കൊണ്ട് തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന ഒരു നാരങ്ങയുടെ തൊലിയാണ് ഇപ്പോൾ നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. പറയാൻ മറന്നുപോയായിരുന്നു, ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മൾ ആദ്യം ചേർത്തായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേക്ക് ടിന്നിലേക്ക് നമുക്ക് നമ്മുടെ ഈ മിശ്രിതത്തിനെ ഒന്ന് പകർത്തി കൊടുക്കാം. ഒരു ചെറിയ ഓയിൽ പേപ്പർ ഞാൻ താഴെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എടുക്കാനുള്ള എളുപ്പത്തിനാണ്. ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ ഇത് പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടാൻ മറക്കരുതേ. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ മിനിമം ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടേ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 35 മിനിറ്റാണ് ഓൺ 160 ഡിഗ്രിയിൽ. ഇനിയിപ്പം നമുക്കിതിലേക്ക് വേണ്ട കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീമിനുള്ള പ്രിപ്പറേഷനാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml. പക്ഷേ നമുക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഇത് കുറച്ച് ക്രീം ഇപ്പോൾ ഇതിൽ, അതായത് ചെറിയൊരു സിമ്പിളായിട്ടുള്ള കേക്കിനുള്ള ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത് ചെറിയ നാരങ്ങയുടെ തൊലി, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഇതുപോലെ തന്നെ ഒരു ബീറ്റർ കൊണ്ട് നന്നായിട്ട് ആദ്യം നമ്മൾ ലോയിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മീഡിയത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നെ ഹൈ ആയിട്ട് ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം നമ്മുടെ ക്രീം. അപ്പം നമ്മുടെ ഈ ക്രീം, അതായത് ഈ ലെമൺ ക്രീം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീം, ചെറിയ പൊടിച്ച പഞ്ചസാര, അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള നാരങ്ങത്തൊലി, നാരങ്ങാനീര്. ഇപ്പം നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ശരിക്കും തന്നെ നമ്മുടെ ഈ കേക്കിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല, അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇത് 2 രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ കേക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതുപോലെ തന്നെ നമുക്ക് നടുവേ മുറിച്ചെടുത്തിട്ട് പല ലെയറുകളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന കേക്കിന് നമ്മൾ സിമ്പിളായിട്ടുള്ള നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന ക്രീം ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്തിട്ട് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ക്രീം വിപ്പ് ചെയ്യാനായിട്ട്, അതായത് ലെമൺ ഫ്ലേവേർഡ് ക്രീം വിപ്പ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമും നാരങ്ങാ നീര്, നാരങ്ങയുടെ തൊലി, അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഇത് ചേർത്ത് വിപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ ക്രീമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഫസ്റ്റ് ലെയറിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ക്രീം. ഞങ്ങൾക്ക് വളരെ കുറച്ച് ക്രീം ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കട്ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിപ്പിംഗ് ക്രീം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്ന.
ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ടോപ്പ് ലെയറിലേക്ക് ഒരു നമ്മുടെ ടോപ്പ് ലെയർ നമ്മൾ വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ സിമ്പിളായിട്ടുള്ള അതായത് ഒരു ലെയർ മാത്രം നമ്മൾ കുറച്ച് ക്രീം ചേർത്തിട്ടുള്ള ഒരു കേക്കാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വേറെ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് അതായത് പൗഡേർഡ് ഷുഗർ അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ മുകളിലേക്ക്. നമുക്ക് പിന്നെ ഒരു ഞാനൊരു മിൻറ്റിലി ജസ്റ്റ് ടോപ്പ് ചെയ്ത് വെച്ച് ഡെക്കറേഷന് വേണ്ടി മാത്രം കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നമുക്കിത് ക്രീമൊന്നും ഇല്ലെങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനെ ഒരു കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കേക്കും കൊണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലെ തന്നെ വിപ്പ് ചെയ്തിരിക്കുന്ന ക്രീം കുറച്ചും കൂടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ ക്രീം നമ്മൾ വിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ കേക്ക് ഒന്ന് മുറിച്ച് കാണിക്കുകയാണേ. നമുക്ക് കാണാം നല്ല ടേസ്റ്റ് ആട്ടോ കേക്കിന്. നല്ല നാരങ്ങയുടെ ആ ഫ്ലേവറൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് നല്ല സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. ഇത് സിമ്പിളായിട്ട് ഒരു ചെറിയൊരു ലെയർ ക്രീം മാത്രമേ നമ്മൾ ഈ കേക്ക് കൊടുത്തിട്ടുള്ളൂ. ചെയ്യാനായിട്ട് നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല, കാരണം നമ്മൾ വലിയ ഡെക്കറേഷൻ ഒന്നും ഇത് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ലെയർ ക്രീം ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത, അതായത് കുറച്ചും കൂടി ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ലെമൺ കേക്കിൻ്റെ ഇതിലോട്ട് പോകാം. അതിനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് ഇതുപോലെ തന്നെ 2-3 ലെയറായിട്ട്, ഇപ്പോൾ ഇതിൽ 3 ലെയർ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യത്തെ ലെയറിലേക്ക് നമ്മളിതുപോലെ ക്രീം തേച്ച് പിടിപ്പിച്ചിട്ട് രണ്ടാമത്തെ ലെയറിൽ ഇതുപോലെ തന്നെ ക്രീം. ഇത് ഞാൻ എൻ്റെ ഈ കേക്ക് കാണിക്കുന്ന കേക്കിലൊന്നും ക്രീം ഒരുപാട് കട്ടിയിൽ തേച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മുടെ 3rd ലെയറും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്നും ഞാൻ ക്രീം തേച്ചിട്ടില്ല, ജസ്റ്റ് ടോപ്പ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ഈ കേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേക്കിൻ്റെ ടോപ്പിൽ നമ്മൾ ഡെക്കറേറ്റീവ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ലെമൺ കനാശയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് ഞാൻ കാണിക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ വിപ്പിംഗ് ക്രീം തന്നെ നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ഒന്ന് മൈക്രോവേവ് വെച്ച് ചൂടാക്കിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഡബിൾ ബോയിലിംഗ് സിസ്റ്റത്തിലൂടെ നമ്മുടെ ഗണാഷ് തയ്യാറാക്കുന്നത്, അതായത് നന്നായിട്ട് ചൂടാക്കിയിരിക്കുന്ന ഒരു വെള്ളത്തിൽ, അതായത് നല്ല തിളച്ച വെള്ളത്തിന് മുകളിൽ നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ്, അതായത് ഇപ്പോൾ കണ്ടില്ല നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് പൊടിക്കുന്ന തന്നെ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊട്ടിച്ച് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ചൂടായിരിക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായിട്ട് വരണം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പം നമ്മുടെ ഈ ഗണാഷയ്ക്ക് നമ്മളെടുക്കുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 100, അതായത് 50 ml വിപ്പിംഗ് ക്രീം എടുക്കുന്നെങ്കിൽ 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റാണ് നമ്മളോട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ അങ്ങനെ വലിയൊരു കണക്കൊന്നും എടുത്തിട്ടല്ല ചെയ്തിരിക്കുന്നത്, എൻ്റെ കൈ കണക്കിനാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ ഈ ഗണാഷ് ചെയ്തിരിക്കുന്നത്, അത്ര കട്ടിയായിട്ടിരിക്കുന്ന രീതിയിലല്ല എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഈ ഗണാഷ് തയ്യാറാക്കാനായിട്ട് നമ്മുടെ ചൂടായിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റായിട്ട് ജസ്റ്റ് സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ല ചൂടല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായിക്കോളും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ക്രീമിൻ്റെ ഫ്ലേവറിന് ലെമണിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്പൂൺ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാരങ്ങയുടെ തൊലി ചുരണ്ടിയതും കൂടെ അതുപോലെ തന്നെ ഒരു ചെറിയ 1/4 ടീസ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ. അതിൽ നമ്മുടെ ഈ ഗണാഷിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രിഡ്ജ് വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് റൂം ടെമ്പറേച്ചർ തന്നെ നമ്മുടെ കേക്ക് ശരിയാവുന്ന സമയം കൊണ്ട് നമുക്കിത് ഒരു റൂം ടെമ്പറേച്ചറിലാകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇത് ഒരുവിധം കട്ടിയായിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മളൊരു ചെറിയ ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ഞാനിവിടെ ചേർത്ത് നമ്മുടെ ഇത് ഈ ഗണാഷ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഓൾമോസ്റ്റ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഇനിയിപ്പോൾ നമ്മളിത് റൂം ടെമ്പറേച്ചറിലേക്കൊന്നും ജസ്റ്റ് ഒന്ന് മാറ്റി ചെയ്യുന്നത്, ഇതൊന്ന് അലുത്ത് എല്ലാം ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ മനോഭാവം അനുസരിച്ച് നമുക്കിതിന് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിതിലേക്ക് ജസ്റ്റ് സൈഡിലേക്കൊക്കെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ ഗണാഷ് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ജസ്റ്റ് ടോപ്പിൽ മാത്രം ഒഴിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോരുത്തർ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. മേളിൽ ഇതുപോലെ തന്നെ ഈ ഗണാഷ് ഇട്ടിട്ട്, അല്ലെങ്കിൽ നമുക്ക് ക്രീം ഇട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം ചെയ്യാം. ബാക്കിയുള്ള ഗണാഷിനും കൂടെ ഇതുപോലെ നമുക്ക് ടോപ്പിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട്
നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗണാശ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കുറച്ച് സമയത്തേക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊടുക്കണം കേട്ടോ, ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനാണെങ്കിലും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും എല്ലാവർക്കും നന്ദി.